ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു മിസ്സിൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഞങ്ങളുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. ഇത് ഗ്രീഷ്മ, പിന്നെ ഇത് അമീന, ഞങ്ങൾ പഴയ ഫ്രണ്ട്സിനെ കുറേ പേര് കണ്ടു. പിന്നെ ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്ക് കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുമായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഫോട്ടോ എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇതെല്ലാം എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച എൻ്റെ ഫ്രണ്ട്സാണ്. അശ്വിൻ, അൻസൽ, റോബിൻ, ആകാശ്, മുരുകൻ, പിന്നെ അഞ്ജന, മീന, ഗ്രീഷ്മ എല്ലാവരും ഉണ്ട്. എല്ലാവരെയും കുറേ നാളിന് ശേഷമാണ് കണ്ടത്. പിന്നെ സദ്യ കഴിക്കാനിരുന്നു. കുറേ കറികളുണ്ടായിരുന്നു. കറികൾ കണ്ടപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. പിന്നെ അവരതിൻ്റെ കൂടെ ഒരു മിഠായൊക്കെ തന്നായിരുന്നു ഞങ്ങൾക്ക്. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം വലിയ പറയൂ. നല്ല സദ്യയായിരുന്നു. ടീച്ചർ നല്ല രീതിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡൊക്കെ തന്ന് വയനാട്. യദുകൃഷ്ണ പറയൂ. യദുകൃഷ്ണ പറയൂ. മുരുകൻ പറയൂ, സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? ജഗൻ പറയൂ. അക്ഷയ് വിജയ് ഡി ബി പറയൂ, സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? ഡി ബി പറയൂ, സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? റോബിൻ ലോറൻസ് പറയൂ. ആൻസൽ പറയൂ. ആൻസലിക്ക് എങ്ങോട്ടും നോക്കൂ, നമ്മുടെ വ്ളോഗിലേക്ക് ഇന്ന് വരുമോ? ഈ അടുത്തേക്കും കഴിച്ചിട്ടില്ല. എന്റെ പേര് സ്നേഹ. പിന്നെ ഇത് ഞങ്ങളുടെ മിസ്സാണ് കേട്ടോ, പാർവതി മിസ്. എൻ്റെ പ്രോജക്റ്റിൻ്റെ ഒക്കെ മിസ് പാർവതി മിസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചു ഒന്ന് കോളേജിലേക്ക് പോകാൻ, എല്ലാവരും ഉണ്ടല്ലോ. ഒന്ന് മുടിഞ്ഞ വെയിലായിരുന്നു ഗൈസ്, കരിഞ്ഞു പോയി. പിന്നെ ഞങ്ങൾ തലയിൽ ഷോളൊക്കെ ഇട്ടിട്ടാണ് കാറിൻ്റെ അടുത്തേക്ക് നടന്നു പോയത്. പിന്നെ ഞാൻ ധാവണിയൊക്കെ കൊടുത്തതിൻ്റെ ഷോ കാണിക്കാൻ വേണ്ടി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കാറിൽ കയറിയിട്ട് കോളേജിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമായിരുന്നു. പിന്നെ കല്യാണത്തിന് പോകുമ്പോൾ എനിക്ക് ഒരു പൂ മസ്റ്റാണ് ഗൈസ്. എനിക്ക് ഈ ഒരു പൂ കാണുമ്പോൾ എന്തായാലും എടുക്കാൻ തോന്നും. ഞാൻ മാത്രമല്ല, അവൾ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഒരു റോസാപ്പൂ. പിന്നെ നമ്മുടെ ആദ്യത്തെ വലിയ സ്കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചായിരുന്നു കാർ ഓടിച്ചത്. പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് കാറിൽ കിടന്ന് ഭയങ്കര ഡാൻസുകളൊക്കെ ആയിരുന്നു. കുറേ നാളിന് ശേഷമാണ് എല്ലാവരും കൂടി ഒത്തുകൂടിയത്. അപ്പോൾ അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റിലൊക്കെ ആയിരുന്നു എല്ലാവരും. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു സെറ്റുകാർ നേരത്തെ തന്നെ അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ ചെന്നത്. ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച കോളേജ്, 3 വർഷം പഠിച്ച എൻ്റെ സ്വന്തം കോളേജ്. ഞാനിത് ഒരു പ്രാവശ്യം ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. അത് അവിടെ നമുക്ക് ബാനർജിയുടെ പടമൊക്കെ കാണാം ആ ഒരു കോളേജ് ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ. പിന്നെ ഓണം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടപ്പോൾ തന്നെ ഓടിപ്പോയി ചാടി കയറി. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അഞ്ചന് ഊഞ്ഞാലാടാനിരുന്നു. അപ്പോൾ എനിക്ക് അവ കാട്ടി കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് ഊഞ്ഞാലാടുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. പിന്നെ എന്നിട്ട് നമ്മൾ നമ്മുടെ പഴയ ക്ലാസ്സിൻ്റെ അവിടത്തേക്കൊക്കെ ഒന്ന് പോവുമായിരുന്നു. ക്ലാസ്സിൻ്റെ അവിടേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ പത്മരാജൻ്റെ പടമൊക്കെ വരച്ചിട്ട് അവിടെ ഡയലോഗ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് കേട്ടോ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്ന വഴി. ഇത് ആ കാണുന്നതാണ് ഞാൻ 3 വർഷം പഠിച്ച എൻ്റെ ക്ലാസ്. പിന്നെ ഇത് നമ്മുടെ കോളേജ് ഓഡിറ്റോറിയമാണ്. അപ്പോൾ അവിടെയൊക്കെ മോശമായി കിടക്കുകയാണ്. പിന്നെ ഇവിടെ ആയിരുന്നു നമ്മുടെ സ്ഥിരം സ്പോട്ട്. ക്ലാസ്സിലൊക്കെ കട്ട് ചെയ്തിട്ട് ഇവിടെ ആയിരുന്നു ഞങ്ങൾ മിക്കപ്പോഴും വന്നിരിക്കുന്നത്. അപ്പോൾ അവന്മാരെല്ലാം കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു. പിന്നെ ഇത് ഞങ്ങളുടെ കോളേജ് പഠിച്ച സമയത്ത് ഞങ്ങളുടെ കലാപ്രതിഭയായിരുന്നു അക്ഷയ്. അവനെ പിടിച്ച് ഞാൻ എൻ്റെ വ്ളോഗിലിട്ടു. പിന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു 5-6 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് കരുതി. ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് വലിയ കാര്യത്തിൽ പോസ് ചെയ്ത് ഫോട്ടോ എടുക്കാനിരുന്നപ്പോഴാണ് ആദ്യം ബെല്ലൂസ് കയറി എൻ്റെ ഫ്രെയിമിലിരുന്നത്. അത് ഞാൻ അറിഞ്ഞ പോലുമില്ല, ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് കാറിൽ കയറി എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുക്കുമായിരുന്നു. ഒരു യാത്രയപ്പിൻ്റെ ഒരു വിടവാങ്ങലിൻ്റെ ദുഃഖമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി കാറിൽ വരുമായിരുന്നു. അങ്ങനെ ഞാനും അഞ്ജനയും തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് വിശേഷം. ടാറ്റാ.